അമ്മേ മഹാദേവി, 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 ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും പരിപൂർണമായും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് അമ്മേ മഹാദേവി, പഠനത്തിന് ഉപകാരപ്രദമായിട്ടുള്ള പാഠ്യപുസ്തകങ്ങൾ, പഠിപ്പിനാവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും പുണ്യപുരാണ ഗ്രന്ഥങ്ങളും പൂജിക്കാനായി വെച്ചതിൽ ആയതിനു വേണ്ടി പൂജാതി കർമ്മങ്ങൾ സമർപ്പിച്ചതിലോ നേദ്യം സമർപ്പിച്ചതിലോ ശുദ്ധി വരുത്തിയതിലോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മേ മഹാദേവി, എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അശ്രദ്ധയും അശുദ്ധിയും അജ്ഞതയും പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകി അമ്മേ മഹാദേവി, ഇനി യാതൊരു വിധേനയുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ ദീപം തെളിയിക്കുവാനും ജലം സമർപ്പിക്കുവാനും സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിനും ആയവ സമർപ്പിക്കുന്നതിനും യാതൊരു വിധേനയുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി ഭക്തിയോടും കൂടി ഈ
ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും സർവദേവീദേവന്മാരെയും സർവ ആത്മാക്കളെയും സർവഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളുടെ ജന്മമായും ഞങ്ങളുടെ ജന്മമായും നിലകൊള്ളുന്ന തറവാടുപരമായും നിലകൊള്ളുന്ന മാതാപരമായും പിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും കൂട്ടുവാനും ആയവർക്ക് വേണ്ടി സന്തോഷിക്കും പ്രകാരം ഞങ്ങളിൽ നിലകൊള്ളുന്ന പൂർവികരുമായി ബന്ധപ്പെട്ട് അച്ഛനായും അമ്മയായും അവരുടെ അച്ഛന്മാരുമായി അമ്മമ്മമാരുമായും ബന്ധപ്പെട്ടിട്ടുള്ള തറവാടുപരമായും ബന്ധപ്പെട്ടിട്ടുള്ള സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ആയവർക്ക് വേണ്ടി ആയ ചൈതന്യങ്ങൾക്ക് വേണ്ടി തങ്ങളാൽ കഴിയും വിധം പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രസാദിപ്പിക്കുവാനായിക്കൊണ്ട് ദേവീദേവന്മാരായിട്ടുള്ള ചൈതന്യങ്ങളെ തങ്ങളാൽ അറിയും വിധം ആയത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അറിവും പ്രകാരം യുക്തിക്കും വ്യക്തിക്കും മനുഷ്യനും മനുഷ്യകുലത്തിനും ബോധ്യപ്പെടും തക്ക രീതിയിലുള്ള ആചരണങ്ങളിലൂടെ പ്രസാദിപ്പിക്കുവാനായിക്കൊണ്ട് ദേവീദേവന്മാരെ ചൈതന്യങ്ങളെ പ്രസാദിപ്പിക്കുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുലത്തെയും ഞങ്ങളുടെ വംശത്തെയും ഞങ്ങളുടെ ഗോത്രത്തെയും അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അനുഗ്രഹിക്കണം, രക്ഷിക്കണം. ജഗദീശ്വരി അനുഗ്രഹിക്കണം, രക്ഷിക്കണം. ജഗദീശ്വരി അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി ജീവിച്ചിരിക്കുന്ന ഏവരെയും അച്ഛനമ്മമാരെയും അച്ഛനച്ചച്ചന്മാരെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചെറിയച്ഛന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ഛന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരുകാരണവന്മാരെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ലോകത്തിലുള്ള സർവ ഋഷീശ്വരന്മാരെയും ലോകത്തിലുള്ള സർവ ആചാര്യന്മാരെയും ലോകത്തിലുള്ള സർവ പണ്ഡിതന്മാരെയും അമ്മേ മഹാദേവി
ഈ ജന്മം നൽകിയ മാതാപിതാക്കളെയും അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഈ ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളം ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവീശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 30 മുക്കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവദൈവദേവഗണങ്ങളെയും അമ്മേ മഹാദേവി സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. അമ്മേ മഹാദേവി ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. അമ്മേ മഹാദേവി ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങൾ നൽകിയിട്ടുള്ള മാതാപിതാക്കളെയും ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവീശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും
ലോകത്തിലുള്ള 33 ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുകുളിക ഗേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. അമ്മേ മഹാദേവി ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. അമ്മേ മഹാദേവി ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. അമ്മേ മഹാദേവി ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപ്പാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപ്പാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽപക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള ഏവരെയും അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള ഏവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അമ്മേ മഹാദേവി രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള ഏവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വരും കാലങ്ങളിൽ ജനിക്കാനിരിക്കുന്നവരെയും അമ്മേ മഹാദേവി വരും കാലങ്ങളിൽ ജനിക്കാനിരിക്കുന്നവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 ദൈവദേവഗണങ്ങളെയും
ലോകത്തിലുള്ള സർവ്വദൈവ ദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവ ദേവഗണങ്ങളെയും സർവഗ്രഹ ദേവന്മാരെയും നവഗ്രഹ ദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. അമ്മേ മഹാദേവി ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപ്പാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും ലോകത്തിലുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും
സർവാത്മാക്കൾക്കും സർവപിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി. മുക്തി നൽകണം ജഗദീശ്വരി. മോക്ഷം നൽകണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, പൂർവികപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് അമ്മേ മഹാദേവി, ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന അമ്മേ മഹാദേവി, ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന അമ്മേ മഹാദേവി, ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധതലങ്ങളിലും സർവബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവചിന്തകളിൽ നിന്നും സർവപ്രവർത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും സർവക്രിയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, 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 അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീവാണീദേവി നാരായണായ നമഃ. ശ്രീവാണീദേവി നാരായണായ നമഃ. ശ്രീഭദ്രാദേവി നാരായണായ നമഃ. ശ്രീഭദ്രാദേവി നാരായണായ നമഃ. ശ്രീമായാ ഭഗവതി നാരായണായ നമഃ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ശ്രീ 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 തുഞ്ചൻ പറമ്പിൽ വാഴും ശ്രീ രാമാനുജനെടുത്തച്ഛനായ നമഃ. ശ്രീ തുഞ്ചൻ പറമ്പിൽ സ്മരണയോടുകൂടി നിലകൊള്ളുന്ന തുഞ്ചത്ത് രാമാനുജനെടുത്തച്ഛനായ നമഃ. അമ്മേ മഹാദേവി. ശ്രീ
അശ്വനീദേവന്മാരായ നമ. ശ്രീ ധന്വന്തരി മൂർത്തിയായ നമ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ശ്രീ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരായ നമ. ശ്രീ തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛനായ നമ. ശ്രീ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരായ നമ. അമ്മേ മഹാദേവി, 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 അമ്മേ മഹാദേവി. ശ്രീ മഹേശ്വരി, ശ്രീ മഹാകാളി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാസരസ്വതി, ശ്രീദേവി, ശ്രീ ജഗദംബികെ, ശ്രീ ജഗന്മാതേ, ശ്രീ മായാസ്വരൂപിണി, ശ്രീ മഹേശ്വരി, ശ്രീദേവി ജഗജ്ജനനി, ശ്രീ ജഗദംബികെ, ശ്രീ ജഗന്മാതേ, ശ്രീ മായാസ്വരൂപിണി, ശ്രീ മഹേശ്വരി, ശ്രീ ഭക്തിസ്വരൂപിണി, ശ്രീ ഭക്തിസ്വരൂപിണി, ശ്രീ ശ്രദ്ധാരൂപിണി, ശ്രീ ശ്രദ്ധാരൂപിണി, ശ്രീ സ്നേഹസ്വരൂപിണി, ശ്രീ സ്നേഹസ്വരൂപിണി, ശ്രീ സർവവിദ്യാനന്ദരൂപിണി, ശ്രീ സർവവിദ്യാപ്രദായിനി, ശ്രീ സർവരോഗനിവാരിണി, ശ്രീ സർവരോഗനിവാരിണി, ശ്രീ സർവസൗഖ്യപ്രദായിനി, ശ്രീദേവി ജഗജ്ജനനി, ശ്രീദേവി ജഗജ്ജനനി, ശ്രീ ജഗദംബികെ, ശ്രീ ജഗന്മാതേ, ശ്രീ മായാസ്വരൂപിണി, ശ്രീ മഹേശ്വരി. അമ്മേ മഹാദേവി, ശ്രീ ധ്യാനപദേ, ശ്രീ ജ്ഞാനപദേ, ശ്രീ ബ്രഹ്മപദേ, ശ്രീ ഹംസപദേ, ശ്രീദേവി, ശ്രീ ജഗദംബികെ, ശ്രീ ജഗന്മാതേ, ശ്രീ മായാസ്വരൂപിണി, ശ്രീ മഹേശ്വരി, ശ്രീ വായുപദേ, ശ്രീ അഗ്നിപദേ, ശ്രീ ജലപദേ, ശ്രീ ആകാശപദേ, ശ്രീ അമ്മേ ഭൂമിദേവി. നമസ്തേ നമോ നമഃ. ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമഃ. അമ്മേ മഹാദേവി, 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 അമ്മേ മഹാദേവി. ലോകത്തിലുള്ള സർവഭൂതങ്ങൾക്കും സുഖമുണ്ടാവട്ടെ. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവഭൂതങ്ങൾക്കും സൗഖ്യമുണ്ടാവട്ടെ. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവഭൂതങ്ങൾക്കും ആനന്ദം ഭവിക്കട്ടെ. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവഭൂതങ്ങൾക്കും വിവേകമുണ്ടാവട്ടെ. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവഭൂതങ്ങൾക്കും മുക്തി ലഭിക്കട്ടെ. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവഭൂതങ്ങൾക്കും മോക്ഷം ലഭിക്കട്ടെ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും
വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും അമ്മേ മഹാദേവി എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി. വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അമ്മേ മഹാദേവി മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവമാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി. അമ്മേ മഹാദേവി മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവമാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി. അകറ്റണം ജഗദീശ്വരി. അകറ്റണം ജഗദീശ്വരി. അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി. ലോകത്തിലുള്ള മനുഷ്യരും സർവജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും അമ്മേ മഹാദേവി ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. അമ്മേ മഹാദേവി അജ്ഞാനമായിട്ടുള്ള ചിന്തകളകറ്റി അമ്മേ മഹാദേവി അജ്ഞാനമായിട്ടുള്ള ചിന്തകളകറ്റി വിജ്ഞാനത്തെ നൽകി രക്ഷിക്കണം അമ്മേ മഹാദേവി. വിജ്ഞാനത്തെ നൽകി രക്ഷിക്കണം അമ്മേ മഹാദേവി. കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയും പ്രവൃത്തിശുദ്ധിയും പ്രാർത്ഥനാശുദ്ധിയും കൈവരുത്തി അമ്മേ മഹാദേവി ബുദ്ധിയും വിദ്യയും നൽകി വിവേകബോധം നൽകി അറിവും ബോധവും നൽകി അറിവിൻ്റെ മഹാസത്യബോധം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുലത്തെയും ഞങ്ങളുടെ വംശത്തെയും ഞങ്ങളുടെ ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും സർവനാട്ടിലും ലോകത്തിലുള്ള എല്ലായിടത്തും നിലനിൽക്കുന്ന സർവ പ്രകൃതി ദുരന്ത ദോഷങ്ങളിൽ നിന്നും
സർവ ആദിവ്യാധിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുലത്തെയും ഞങ്ങളുടെ വംശത്തെയും ഞങ്ങളുടെ ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം. പ്രകൃതീശ്വരീ രക്ഷിക്കണം, അനുഗ്രഹിക്കണം. പ്രകൃതീശ്വരീ അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ അമ്മേ മഹാദേവി, കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞുമറിയാതെയും ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ അറിഞ്ഞും അറിയാതെയും മനസാ വാചാ കർമ്മണ ചെയ്തു പോയിട്ടുള്ള സർവപരാധങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവ തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവപാപദോഷങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവശാപദോഷങ്ങളും പുറത്തു മാപ്പ് നൽകണം ജഗദീശ്വരീ, പുറത്തു മാപ്പ് നൽകണം ജഗദീശ്വരീ, പുറത്ത് മാപ്പ് നൽകണം ജഗദീശ്വരീ. അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ അറിഞ്ഞുമറിയാതെയും മനസാ വാചാ കർമ്മണ ചെയ്തു പോയിട്ടുള്ള സർവപരാധങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവ തെറ്റുകുറ്റങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവ പാപദോഷങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവശാപദോഷങ്ങളുടെയും അമ്മേ മഹാദേവി, പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള കഴിവും ചെയ്യുവാനുള്ള അറിവും ചെയ്യുവാനുള്ള അവസരവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരീ, രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരീ.
അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന സർവവിധ ദുരിതങ്ങളും സർവവിധ ദോഷങ്ങളും സർവവിധ രോഗങ്ങളും സർവവിധ പാപങ്ങളും സർവവിധ ശാപങ്ങളും അമ്മേ മഹാദേവി ഞങ്ങളിൽ നിന്നും ഏവരിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുലങ്ങളിൽ നിന്നും ഞങ്ങളുടെ വംശങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഗോത്രങ്ങളിൽ നിന്നും അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും സർവജീവജാലങ്ങളിൽ നിന്നും അകറ്റണം ജഗദീശ്വരി, അകറ്റണം ജഗദീശ്വരി. സർവരോഗ ദുരിതങ്ങളും സർവപാപദോഷങ്ങളും സർവശാപദോഷങ്ങളും ഞങ്ങളിൽ നിന്നും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും സർവജീവജാലങ്ങളിൽ നിന്നും അകറ്റണം. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി ഞങ്ങൾക്കും ഏവർക്കും സർവവിധ അഭിവൃദ്ധിയും സർവവിധ ഐശ്വര്യവും ശാന്തിയും സമാധാനവും നൽകി, ബുദ്ധിയും വിദ്യയും നൽകി, വിവേകബോധം നൽകി, അറിവും ബോധവും നൽകി, ആയുരാരോഗ്യ സൗഖ്യം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, 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 അമ്മേ മഹാദേവി. ഞങ്ങൾക്കും ഏവർക്കും സർവവിധ വിദ്യയും സർവവിധ ബുദ്ധിയും വിവേകബോധവും ധ്യാനബോധവും ജ്ഞാനബോധവും ബ്രഹ്മബോധവും ഹംസബോധവും സത്യബോധവും ശ്രദ്ധാബോധവും സ്നേഹബോധവും ഭക്തിബോധവും ചിന്താബോധവും അക്ഷരബോധവും വാഗ്ബോധവും ദേഹബോധവും മനോബോധവും ജന്മബോധവും കർമ്മബോധവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന അമ്മേ മഹാദേവി ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന സർവ അഹങ്കാരത്തെയും സർവ അഹംഭാവത്തെയും സർവ അജ്ഞതയെയും അമ്മേ മഹാദേവി ഞങ്ങളിൽ നിന്നും ഏവരിൽ നിന്നും അകറ്റി അമ്മേ മഹാദേവി ഞങ്ങൾക്കും ഏവർക്കും ക്ഷമാശുദ്ധിയും സ്നേഹശുദ്ധിയും സ്വഭാവശുദ്ധിയും വിദ്യാശുദ്ധിയും അക്ഷരശുദ്ധിയും വാക്ശുദ്ധിയും ദേഹശുദ്ധിയും
മനോശുദ്ധിയും ജന്മശുദ്ധിയും കർമ്മശുദ്ധിയും ധ്യാനശുദ്ധിയും ജ്ഞാനശുദ്ധിയും ബ്രഹ്മശുദ്ധിയും ഹംസശുദ്ധിയും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും അമ്മേ മഹാദേവി അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരവർ ചെയ്യുന്ന ക്രിയകളും അവരവർ ചെയ്യുന്ന ജോലികളും അമ്മേ മഹാദേവി ഭക്തിയോടും വൃത്തിയോടും ഭംഗിയോടും ശുദ്ധിയോടും ശ്രദ്ധയോടും ഉറപ്പോടും കൂടി ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവാചാര്യന്മാരെയും സർവദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി, കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി, പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി, ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യിപ്പിക്കുന്നവർക്കും ആയതിൻ്റെ ഉടമകൾക്കും ആയതിൻ്റെ ഉപഭോക്താക്കൾക്കും ഏവരുടെയും കുടുംബങ്ങൾക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി, കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി, പ്രവർത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി, ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി. അമ്മേ മഹാദേവി, ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും സർവകഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം. ജഗദീശ്വരി രക്ഷിക്കണം, അനുഗ്രഹിക്കണം.
ജഗദീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. ലോകത്തിലുള്ള മനുഷ്യരുടെ ഉയർച്ചയ്ക്കും മനുഷ്യർ ഉണരുവാൻ വേണ്ടിയും ആ ഉണർവിൽ നിന്ന് ഉയരുവാൻ വേണ്ടിയുമാണ് എൻ്റെ എളിയ അറിവ് വെച്ചുകൊണ്ട് യൂട്യൂബ് ചാനലിൽ ആത്മോല്ലാസ് എന്ന ഈ വിഷയവുമായി മനുഷ്യൻ്റെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ജീവികളുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും നന്മയ്ക്കായിക്കൊണ്ട് ആയവ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മനുഷ്യനാണെന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യനെ വെറുക്കാത്ത രീതിയിലൂടെയുള്ള അറിവ് നേടിക്കൊണ്ട് ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ എന്നുള്ള ചിന്ത കൂടാതെ കണ്ട് എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾക്ക് അടിത്തറ പാകിക്കൊണ്ട് മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും ഉതകുന്ന രീതിയിലൂടെയുള്ള ജീവിത ചിട്ടകളും അനുഷ്ഠാനങ്ങളും ഏവരുടെയും വീടുകളിലും കുടുംബങ്ങളിലും നാട്ടിലും നഗരങ്ങളിലും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും നന്മയും ശാന്തിയും ദാനധർമാദികളും വെച്ചു പുലർത്തിക്കൊണ്ടൊരു മനുഷ്യനാണെന്നുള്ള ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി എൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാനാകുന്ന മനുഷ്യനാകുന്ന എൻ്റെ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ, ആ പള്ളിയിൽ, ആ ദേവാലയത്തിൽ, എൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ, എൻ്റെ ഹൃദയമാകുന്ന ശരീരമാകുന്ന ക്ഷേത്രത്തിൽ, ഹൃദയമാകുന്ന ശ്രീകോവിൽ മഹാദേവിയായി ഇരിക്കുന്ന, ഏവരിലും ഇരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ കണ്ടുകൊണ്ട് മനുഷ്യനായി പിറന്ന ഞാൻ മനുഷ്യനായി ജീവിക്കണം, മനുഷ്യനായി മരിക്കുകയും വേണം എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അക്രമങ്ങളും അനീതികൾ കൊണ്ടും ഒരുപാട് വളർന്നിരിക്കുന്നു. ദാനധർമാദികളും ധർമ്മനിഷ്ഠയും സത്യവും അപജയിച്ചു പോയെന്ന് പറയുന്നു. ഇത് തുടങ്ങാനുള്ള കാരണം ഇതാണ്. അറിവില്ല, വിദ്യാഭ്യാസമില്ല, ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവില്ല. ഈ എളിയവൻ്റെ മണ്ണിൽ പണിയെടുത്ത് വലിയ അക്ഷരാഭ്യാസമില്ല, വിദ്യാഭ്യാസമില്ല. അപ്പോൾ ഈ അടിയൻ്റെ എളിയ അറിവ് ഈ ദൃശ്യമാധ്യമമായ ഏവരുടെയും കൈകളിലെത്തുന്ന, ഏവരുടെയും വീടുകളിലെത്തുന്ന, ഏവരുടെയും ബുദ്ധി ഉള്ളവരുടെയും ബുദ്ധി ഇല്ലാത്തവരുടെയും കൈകളിലെത്തുന്ന ഈ വാക്കുകളും വാചകങ്ങളും നിങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഇതിൽ പറ്റാത്തതെന്തെങ്കിലും പറഞ്ഞു കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം, പൊറുക്കണം. എനിക്കൊന്നേ പറയാനുള്ളൂ. ജാതി ഏതായാലും, മതമേതായാലും, വർഗമേതായാലും, നിറമേതായാലും, വസ്ത്രമേതായാലും, ആരാധന ഏതായാലും മനുഷ്യൻ്റെ വ്യക്തിക്കും യുക്തിക്കും മനുഷ്യന് ദോഷമില്ലാത്തതായിട്ടുള്ള, പ്രകൃതിക്ക് ദോഷമില്ലാത്തതായിട്ടുള്ള, ജീവികൾക്ക് ദോഷമില്ലാത്തതായിട്ടുള്ള
രീതിയിലൂടെ ഉള്ള ആരാധനയും ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ഏവരുടെയും വീടും കൂടും ദേവാലയങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളും ഉണരണം. ഇനിയും ഉണരാതെ പോയിക്കണ്ടാൽ പറയുന്നു, ഈ കാലമത്രയും പ്രകൃതിയും പ്രപഞ്ചവും എൻ്റെ ജീവിതം കൊണ്ട് ഇന്നേ വരേക്കും ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. കേൾക്കുന്നതും കാണുന്നതും അച്ഛനമ്മമാരും തമ്മിൽ മക്കളും തമ്മിൽ വഴക്കും പരസ്പരം തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ. അച്ഛൻ മക്കളെയും മക്കളച്ഛനെയും അമ്മ മക്കളെയും മക്കളമ്മയെയും സഹോദരൻ സഹോദരിയെയും സഹോദരി സഹോദരനെയും കുടുംബങ്ങളെയും സഹോദരങ്ങളെയും മനുഷ്യരെയും കൊന്നൊടുക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു ഈ കാലം ഇങ്ങനെ തുടരുവാൻ അനുവദിച്ചുകൂടാ. പ്രകൃതി പറയുന്നു, എൻ്റെ മക്കളാണ് ലോകത്തിലുള്ള എല്ലാവരും. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ബുദ്ധനെന്നോ ബോധായനെന്നോ ഒന്നില്ലാതെ കണ്ടെല്ലാവരും എൻ്റെ മക്കളാകുന്നു. ആ മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്നെ കാണാതെയുള്ള പോക്ക് പോയാൽ പ്രകൃതിയാകുന്ന എൻ്റെ കോപത്താൽ നിങ്ങളെ ഒടുക്കുകയും ചെയ്യുമെന്നും പ്രകൃതിയാകുന്ന മാതാവ് വിവരിക്കുന്നു. ഒരു മതങ്ങളെയും ഒരു ജാതിയെയും ഒരു സംസ്കാരത്തെയും ഞാൻ രക്ഷിക്കില്ല. ആയത് പ്രകൃതിയാകുന്ന എൻ്റെ കോപത്തിന് ഏവരും ഇരയാവും. കേൾക്കുന്നതൊക്കെ അപ്രകാരമല്ലേ? മഴയും ചൂടും അധികരിച്ച് ഇപ്പം മഴ പെയ്യുന്നതിന് പകരം മഴ സ്ഫോടനമായി മാറിയിരിക്കുന്നു. മഴ പെയ്യുന്ന തുള്ളിയായി പെയ്യുന്ന കണ്ണിനും കാതിനും മനസ്സിനും ദേഹത്തിനും കുളിർമയേകുന്ന മഴ രാക്ഷസനായി മാറിക്കൊണ്ട് രാക്ഷസീയ സ്വഭാവം പേറിക്കൊണ്ട് പ്രകൃതി അഴിഞ്ഞാടുന്നു എന്ന് പറയുന്നു. പ്രകൃതി അഴിഞ്ഞാടുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ മാനുഷിക മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മൃഗപക്ഷത്തിലെ എന്ന നിലയിൽ അവൻ കൂപ്പുകുത്തി. അവൻ അഹങ്കാരിയായി മാറി, അധർമ്മിഷ്ഠനായി മാറി, അക്രമിയായി മാറി. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ കണ്ട് മക്കളെ ബഹുമാനിക്കാത്തതായിട്ടുള്ള, അച്ഛനെ ബഹുമാനിക്കാത്തതായിട്ടുള്ള അവസ്ഥ, ഗുരുക്കന്മാരെ ബഹുമാനിക്കാത്തതായിട്ടുള്ള അവസ്ഥ, പ്രപഞ്ചത്തെ ബഹുമാനിക്കാത്തതായിട്ടുള്ള അവസ്ഥ. അപ്രകാരമാണ് എല്ലാ കുടുംബങ്ങളും കുടിലുള്ളവരും കൊട്ടാരത്തിലുള്ളവരും ജീവിക്കുന്നത്. അതാണോ ജീവിതം? അതാണോ ഒരു മനുഷ്യൻ്റെ കർത്തവ്യം? ഒരു മനുഷ്യനായി ശുദ്ധബോധത്തോടുകൂടി ബ്രഹ്മത്തിൽ നിന്നും ജനിക്കുന്നു. അച്ഛനിൽ നിന്നും ബ്രഹ്മത്തിലൂടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞായി ജനിക്കുന്നു. ശേഷം പ്രകൃതിയാകുന്ന മാതാവിലേക്ക് ഇറങ്ങുന്നു. പിന്നീട് അവർക്ക് തിന്നുന്നതെല്ലാം അവർ കുടിക്കുന്നതെല്ലാം കൊടുക്കുന്നത് പ്രകൃതിയാകുന്ന മാതാവാണ്. പെറ്റമ്മയിൽ ഒന്നുമില്ല. പ്രകൃതിയാകുന്ന മാതാവാണ് പിന്നെ അവർക്ക് വേണ്ടിയെല്ലാം കൊടുക്കുന്നത്. ആ പ്രകൃതിയാകുന്ന മാതാവിനെ പോലും ശ്രദ്ധിക്കാതെ കണ്ട് പ്രകൃതി മനോഹരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും പ്രകൃതിയെ കോപാകുലത്തിലാക്കുന്ന രീതിയിലുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്നു. അപ്രകാരം വായുവിനെ പ്രകോപിച്ചുകൊണ്ട് പലതരത്തിലുള്ള വായു മലിനമാക്കുന്ന രീതിയെ കണ്ടുകൊണ്ട് പ്രപഞ്ചം കോപിക്കുന്നു. എങ്ങനെ നോക്കിയാലും എല്ലാം കോപതലത്തിൽ നിലകൊള്ളുന്നു എന്ന് പറയുന്നു. എന്താണ് നിലകൊള്ളുന്നത്? നമ്മൾ ഓരോരുത്തരുടെയും പോരായ്മകളും അറിവില്ലായ്മ കൊണ്ടും കാട്ടിക്കൂട്ടുന്നതൊക്കെ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും ഒരുപാട് വിഷമകരമായിട്ടുള്ള അവസ്ഥകളെ സൃഷ്ടിക്കുന്നു. ഈ വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് മഴ ലഭിച്ച് മഴ കൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചതുപോലെ വരുന്ന ഡിസംബർ മാസത്തിൽ ആദ്യമോ പകുതിയോ അവസാന വാരത്തിലോ
മനുഷ്യന് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള പകർച്ചവ്യാധിയോ സമ്പർക്കം കൊണ്ടോ വായുവിൽ നിന്നോ ഏതോ തരത്തിലുള്ള ഭയപ്പെടുത്തുന്നതായിട്ടുള്ള രോഗം വരാനിരിക്കുന്നു. പുതിയതായോ പഴയത് വീണ്ടും ഉദ്ധരിച്ചു കൊണ്ടുവരികയോ വായുമാർഗേണയോ ഭക്ഷണമാർഗേണയോ എപ്രകാരമാണോ എന്നറിയുന്നില്ല. പ്രകൃതി വിവരങ്ങൾ നൽകുന്നു. ഇപ്രകാരം വെള്ളം കൊണ്ടും മറ്റും ദോഷങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ ഇനി വായിൽ കൂടിയും പകരുന്നു. സമ്പർക്കം മൂലം ഇപ്രകാരമുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള നിങ്ങളെ, ആരാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെ നമ്മളെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ആ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഇരകളായി മാറും. എന്തുകൊണ്ട്? ദാനമെന്തെന്നും ധർമ്മമെന്തെന്നും സത്യമെന്തെന്നും അസത്യമെന്തെന്നും തിരിച്ചറിയാതെ കണ്ട് സത്യമെന്ന ഒന്നിനെ മറന്നുകൊണ്ട് അസത്യത്തിലൂടെ ജീവിക്കുന്നവരെയും, ആരാണ് അസത്യത്തിലൂടെ ജീവിക്കുന്ന എല്ലാവരും, ലോകത്തിലുള്ളൊരു മുഴുവൻ ആളുകളും വിരലിൽ എണ്ണാൻ വേണ്ടി മാത്രം പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവും, പാവപ്പെട്ടവരായിട്ടുള്ളവർ. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അവരും പോകും. കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗം ഒന്നായിട്ട് പോകുമ്പോൾ അതിൽ നല്ലവരും വല്ലവരും എല്ലാവരും പെട്ടൊടുങ്ങി പോവും. ഒന്ന് ശ്രദ്ധിക്കങ്ങൾ, വരുന്ന ഡിസംബർ മാസത്തിൽ ആദ്യമോ പകുതിയോ അവസാനമോ ലോകവ്യാപകമായി എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ദൂഷ്യവശങ്ങൾ പ്രകമ്പനം കൊള്ളും എന്ന് പറയുന്നു. മാത്രവുമല്ല, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുവാനായും സാധ്യത പറയുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുവാനായിക്കൊണ്ടുള്ള സാധ്യതയുണ്ടെന്നും പ്രകൃതി വിവരിക്കുന്നു. ശ്രദ്ധിക്കണം, ഏവരും ശ്രദ്ധിക്കണം. നമ്മുടെ പ്രകൃതിയും മലകളും കുന്നുകളൊക്കെ അവനവൻ്റെ വീടാണ്. അവനവൻ്റെ വീട്ടിലുള്ള അഹങ്കാരങ്ങളായിട്ടുള്ള കുന്നുകളും മലകളും നിരത്തി ആ വീട്ടിൽ നല്ലൊരു കൂടാക്കി ചമച്ച് അലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണിച്ച് എല്ലാ വീടുകളിലും പരിസരങ്ങളിലും ശുചിത്വം പ്രാപിച്ച് ആ ശുചിത്വം തൻ്റെ ജീവിതത്തിലും തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും നോക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഞാനിന്നൊരു മനുഷ്യനാണെന്നുള്ള ബോധം, ഒരു മനുഷ്യനാണെന്നുള്ള ബോധത്തോടു കൂടി എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉപദ്രവിക്കാത്തത് പോലെ മറ്റേ കുഞ്ഞുങ്ങളെയും അപ്രകാരം കണ്ടുകൊണ്ട് വളരണമേവരും എന്ന് പറയുന്നു. ലോകത്തിലുള്ള എല്ലാവരും അച്ഛനായിട്ടിരിക്കുന്ന ഞാൻ, ആ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പറയുന്നു. ആരാ പറയുന്നത്? പ്രകൃതിയാകുന്ന മാതാവ് പറയുന്നു. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ലോകത്തിലുള്ള നിൻ്റെ മക്കളെ പ്രായമുള്ളവരൊക്കെ നിൻ്റെ മക്കളാണ്. നിൻ്റെ സഹോദരിയുടെ പ്രായക്കാരെല്ലാം നിൻ്റെ സഹോദരിയാണ്. നിൻ്റെ സഹോദരൻ്റെ പ്രായക്കാരില്ല നിൻ്റെ സഹോദരനാണ്. നിൻ്റെ അച്ഛൻ്റെ പ്രായക്കാരില്ല നിൻ്റെ അച്ഛനാണ്. നിൻ്റെ അമ്മയുടെ പ്രായക്കാരില്ല നിൻ്റെ അമ്മയാണ്. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. എല്ലാവരും ശ്രദ്ധിക്കുക. അവരവരുടെ വീടുകളിൽ നിത്യമെന്നോണം പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും വന്ദിച്ചുകൊണ്ട് അവരോടപേക്ഷിച്ചത് കൊണ്ടമ്മേ മഹാദേവി എന്തലാക്കുകളാണോ വരാനിരിക്കുന്നത്, എന്തപകടങ്ങളാണോ വരാനിരിക്കുന്നത്, എന്ത് ദോഷങ്ങളാണോ വരാനിരിക്കുന്നത്, എന്ത് ദുരിതങ്ങളാണോ വരാനിരിക്കുന്നത്, എന്തപകടമാണോ വരാനിരിക്കുന്നത്, ആയതിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം. പ്രകൃതീശ്വരി രക്ഷിക്കണം, അനുഗ്രഹിക്കണം പ്രകൃതീശ്വരി എന്ന് പ്രാർത്ഥിക്കുക. അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന
അധാർമികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും കട്ടുമുടിക്കലിൽ നിന്നും തട്ടിപ്പറിക്കലിൽ നിന്നും പിന്തിരിയേണ്ടതായിട്ടുള്ള സമയം അധികരിച്ചു എന്ന് പറയുന്നു. ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പ്രായശ്ചിത്തം ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതിയുടെ മുമ്പിൽ തല കുനിക്കണം. പ്രകൃതിയുടെ മുമ്പിൽ തല കുനിക്കണം. അച്ഛൻ എന്തെന്നും അമ്മ എന്തെന്നും അറിയാത്തതായിട്ടുള്ള ജീവിത രീതി ഉപേക്ഷിക്കണം. എൻ്റെ അച്ഛനുണ്ടായിട്ടാണ് ഞാനുണ്ടായിട്ടുള്ളത്, അങ്ങനെയാണ് നമുക്ക് മക്കളുണ്ടായിട്ടുള്ളത്. അപ്രകാരം നോക്കുമ്പോൾ നമ്മളെ മക്കൾ നമ്മളെ നോക്കണമെങ്കിൽ നമ്മളെ അച്ഛനെയും അമ്മയെയും നോക്കണം, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. മാതാപിതാക്കളെ അനാഥാലയത്തിലും കൂലിക്കാളെ വെച്ച് നോക്കുന്ന ജോലി തേടി പണം തേടി സമ്പത്ത് തേടി വയസ്സായ അച്ഛനമ്മമാരെ വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഏതോ ഒരുത്തിയോ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് നൽകാതെ കണ്ട് അവർക്ക് ആവശ്യമുള്ളത് സാധിപ്പിച്ചത് കൊടുക്കുവാനായിക്കൊണ്ടുള്ള അറിവില്ലാത്ത ആരെയോ ഏൽപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ അപ്രകാരം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ഇന്നത്തെ അഹങ്കാരത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ നാളെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും കഥ നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളെ അച്ഛനും അമ്മനെ നോക്കാൻ ആളില്ലെങ്കിൽ നിങ്ങൾ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കണ്ട. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് മാത്രമല്ല പോരെ, ഒരു ദിവസം നിങ്ങൾക്ക് കഴിയാനുള്ളത് പോരെ, അത് മരണം വരെ ഉണ്ടാക്കിയ പോരെ. മരിച്ചതിന് ശേഷം നിങ്ങളിവിടെ സ്വത്തും മുതലും വാരി ഉണ്ടാക്കി കൂട്ടിയിട്ട് നിങ്ങളെ മക്കൾ നാളെ അത് നശിപ്പിച്ചാൽ അതിൻ്റെ ഉത്തരവാദി മാത്രമല്ല, ആ സ്വത്ത് മുതലും കണ്ടുകൊണ്ട് നിങ്ങളെ മക്കൾ അഹങ്കാരികളായി മാറി അവരാ സ്വത്ത് മുതലെടുത്തുകൊണ്ട് നാട്ടിൽ അക്രമവും അനീതിയും ചെയ്ത് കുടിച്ചും കൂത്തകടിയും ലഹരിക്ക് ഉടമയായിക്കൊണ്ടും നാട്ടിലുള്ള നമ്മുടെ സഹോദരിമാരെയും നശിപ്പിച്ചുകൊണ്ടും അമ്മമാരുടെ നേരെ കുതിര കയറിക്കൊണ്ടും അവരെ പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഉള്ള നാട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന പണം കൊണ്ടും സ്വത്ത് വകകൾ കൊണ്ടും അവരങ്ങനെ തിമിർത്താടുന്ന അവസ്ഥയിലേക്ക് സ്വന്തം അച്ഛനും അമ്മയെയും ഇട്ടെറിഞ്ഞുകൊണ്ട് കൂടുതൽ പണം തേടി നിങ്ങൾ അന്യനാട്ടിൽ പോയി നിൽക്കരുത്. നാട്ടിലുള്ള എളിയ ശമ്പളം കൊണ്ട് ജീവിച്ചിരിക്കും കാലം മാതാപിതാക്കളെയും അവരുടെ അച്ഛനമ്മമാരെയും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചും അവരെ പരിചരിച്ചും ജീവിക്കാൻ നിങ്ങൾ തയ്യാറായി ഇപ്രകാരമുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ ലോകത്തിലുള്ള എല്ലാവർക്കും രക്ഷപ്പെടുവാനായിക്കൊണ്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന് പറയുന്നു. ചിന്തിക്കണം, ആലോചിക്കണം. നമുക്ക് നല്ലത് പറയുവാനുള്ള കഴിവ് തരണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടത് നല്ലത് പറയുവാനുള്ള കഴിവ് നൽകണം, നല്ലതറിയുവാനുള്ള കഴിവ് നൽകണം, നല്ലത് ചെയ്യുവാനുള്ള കഴിവ് നൽകണം, നല്ലത് കേൾക്കുവാനുള്ള കഴിവ് നൽകണം, നല്ല ആഹാരം കഴിക്കുവാനുള്ള കഴിവ് നൽകണം, നല്ല വായു ശ്വസിക്കുവാനുള്ള കഴിവ് നൽകണം. മഹാദേവി ഇന്ന് പ്രാർത്ഥിക്കണമേവരും. നമ്മൾ ചെയ്തതൊക്കെ അബദ്ധങ്ങളൊക്കെ തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അവരവരുടെ കുടുംബത്തിൽ അവരവരുടെ വീടുകളിൽ അവരവർക്ക് എന്താണ് പോരായ്മയുള്ളത്, അച്ഛനമ്മമാർ ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ കണ്ടാണ് മക്കൾ വളരുന്നത്. ആ മക്കൾ വളർന്ന് വലുതാവുമ്പോൾ അച്ഛനമ്മമാരെ തിരിച്ചറിയാനുള്ള കഴിവില്ല എങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും നമ്മൾ വളർന്നു വന്നിട്ടുള്ള അവസ്ഥകളും കണ്ടാണ് അവർ ഉയരുന്നത്. അവരെ കുറ്റപ്പെടുത്താനായിക്കൊണ്ടപ്പോൾ പറ്റുമോ? അറിവില്ല എന്നുള്ളതൊരു കുറ്റമല്ല, അതൊരവസ്ഥയാണ്. അതിലൂടെ പോയിക്കൊണ്ട് ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ലോകം പോണ. അറിവില്ലാത്തൊരവസ്ഥയിലൂടെ അത് ഭരണകൂടങ്ങളും ഭരിക്കുന്നവരും മന്ത്രിമാരും MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും MLA-മാരും MP-മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും വക്കീലുമാരും ജഡ്ജിമാരും ന്യായാധിപന്മാരും അധർമ്മത്തിലൂടെ വിരാജിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അധികം കാലം ഞാൻ നിൽക്കുകയില്ല. പകരം എന്ത് ചെയ്യും?
എന്നിലും കലി പൂണ്ടാൽ കലക്കിയായും ഞാൻ വരും, കലിക്കിയായും ഞാൻ വരും. എങ്ങനെ വരും? 3 മുനയുള്ളൊരു കുന്തമായി ഞാൻ വരും. ഇത് നിങ്ങൾ വേറെന്തോ കാര്യമുള്ള പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാര്യമല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നതാണെന്നും കൂടി തെളിയിച്ചു തരാം. 3 മുനുള്ള കുന്തായിട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശിവൻ വരികയാണെന്ന്. നിങ്ങളങ്ങനെ കൂട്ടണ്ട. 3 മുനുള്ള കുന്തമായി വരുമെന്ന് പറഞ്ഞാൽ എന്തിനു വരിക? ആക്രമിക്കുന്നവർ അവസാനിപ്പിക്കുവാനായിക്കൊണ്ട്, അവരെ ഈ ഭൂലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനായിക്കൊണ്ടാണ് ആ 3 മുനയുള്ള കുന്തമായി ഞാൻ വരുന്നത്. ആരാ വരുന്നത്? പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആ 3 മുനമുള്ള കുന്തം കൊണ്ട് കുത്തുവാനാണ് കുത്തും. എന്താണ് കുത്തുന്നത്? 1-ാമത്തെ മുന ജനനവും, 2-ാമത്തെ മുന സ്ഥിതിയും, 3-ാമത്തെ മുന മരണവും സംഹാരവുമാണ്. സൃഷ്ടിയും സ്തുതിയും സംഹാരവുമാകുന്നു ആ കുന്തത്തിൻ്റെ 3 മുനകൾ. ആ കുന്തത്തിൻ്റെ 3 മുനകൾ, ഒന്ന് സൃഷ്ടിയും, ഒന്ന് സ്തുതിയും, ഒന്ന് സംഹാരവും. നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ എൻ്റെ കുന്തമുന കൊണ്ട് നിങ്ങൾക്ക് അപകടങ്ങൾ പറ്റിക്കൊണ്ട് വായുവും പ്രകൃതിയും കോപിക്കുന്ന മാത്രയിൽ നമുക്ക് കിട്ടുന്ന ആയതിൽ നിന്ന് കിട്ടുന്ന തേജസ് കൊണ്ടോ ഊർജം കൊണ്ടോ നമുക്ക് സൃഷ്ടിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ട രീതിയിലുള്ള ബുദ്ധിയോ വിവേകമോ ഇല്ലാതെ കണ്ട്, പൂർണ്ണ രീതിയിലുള്ള വളർച്ചയോ ഇല്ലാതെ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തളർച്ചയോടുകൂടി ജനിപ്പിക്കുകയും ആ തളർച്ച അനുഭവിച്ചു കൊണ്ട് ഭൂമിയിൽ ഇരിക്കുകയും തളർച്ചയും അതിനുള്ള കാഠിന്യങ്ങളും അതിനുള്ള വിഷമങ്ങളും ദുരിതങ്ങളും പേറിക്കൊണ്ട് ജീവിക്കേണ്ടി വരും. പോകുന്ന സമയവും അപ്രകാരമുള്ളതിനെ ഒന്നും കൂടി വർദ്ധിപ്പിച്ചിട്ടേ ഇവിടുന്ന് പറഞ്ഞയച്ചുള്ളൂ. അതാ പറഞ്ഞു. അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് വന്നാണ്ട് ഒരു കുന്തം കൊണ്ട് പുറത്ത് കുത്തി പോടാ ഇവിടുന്ന് പറയാണ്ട് അങ്ങനെ പറഞ്ഞയക്കാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മൊത്തം ഭൂമിയിലുള്ള ആളുകളെ കൊണ്ടാണ് പറയുന്നത്. 1-ാമത്തെ സൃഷ്ടി മതമല്ല പറയുന്നത്, ജാതിയല്ല പറയുന്നത്, വർഗമല്ല പറയുന്നത്, വർണ്ണമല്ല പറയുന്നത്. അതൊന്നും ഇല്ലാതെ കണ്ട് മനുഷ്യരെ കണ്ടുകൊണ്ടാണ് ഇത് കൽപ്പിക്കുന്നതെന്നറിയണം. അവിടെ ജാതിക്കോ മതത്തിനോ വർഗത്തിനോ സംസ്കാരത്തിനൊന്നും പ്രത്യേകിച്ചുള്ള ഇളവുകളോ പങ്കുകളോ ആരെങ്കിലും ഒന്ന് മുൻനിർത്തിയോ ഒന്നിനെ താഴ്ത്തിയൊന്നുമില്ല. എനിക്കെല്ലാം സമഭാവനയാണെന്ന് പറയുന്നു. ഞാൻ എല്ലാ മക്കളെയും സമത്തിൽ കാണുന്നു. എനിക്ക് അമ്മയ്ക്ക് മക്കളെ എപ്രകാരം സമത്തിൽ അമ്മ പെറ്റമ്മ കരുതുന്നു, അപ്രകാരമാണ് ഞാൻ എൻ്റെ എല്ലാ ജീവികളായിരിക്കുന്ന ജീവജാലങ്ങളെയും ഞാൻ കാണുന്നത്. അപ്പോൾ ആ വരുന്ന പ്രകോപനപരമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് രക്ഷ നേടേണ്ടതായിട്ടുണ്ട്. ആയതിനു വേണ്ടി എല്ലാവരും കരുതിയിരിക്കണം. ജീവിതമാകുന്ന പന്താവിൽ നിന്ന് ഒരുപാട് പണത്തിനു വേണ്ടിയിട്ടും പദവിക്ക് വേണ്ടിയിട്ടും നാട്ടിലുള്ള പാവപ്പെട്ടവൻ്റെ ബുദ്ധിയെ എന്താ പറയുക, ബുദ്ധിയെ തകർത്ത്, അവൻ്റെ ശരീരത്തെ തകർത്ത്, അവൻ്റെ പണത്തെ തകർത്ത്, അവൻ്റെ കുടുംബത്തെ തകർത്ത്, അപ്രകാരമുള്ള താങ്ങാനും സഹിക്കാനും പറ്റാത്തതായിട്ടുള്ള ലോകത്തിൽ അധീകരിച്ച് വരുന്ന മയക്കുമരുന്നുകൾ നമ്മളെ ഭാരതത്തെ നല്ല ലോകത്തൊന്നായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയാണെന്നറിയണം. എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വാക്കുകളിലുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. പറഞ്ഞതൊരു സൂചനയായിട്ട് എടുക്കുക. സമയം ഒരുപാട് കഴിഞ്ഞ് ഇത് കേൾക്കാനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടായിക്കോളും. എല്ലാവരോടും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം, മാപ്പാക്കണം. എല്ലാവർക്കും ഒരു പ്രണാമം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാനും മഹാദേവിയും ആയ സമർപ്പണം എന്നുള്ള ഈ വീഡിയോ ഏകദേശം 9 ഭാഗങ്ങളായിട്ട് ഇത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആത്മോല്ലാസം എന്നുള്ള ചാനലിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് പോരായ്മകളുടെ അവതരണത്തിലും ആ വീഡിയോ ഇട്ടതിലൊക്കെ വാക്കുകളിലൊക്കെ ഒരു പോരായ്മ, ഒരു സൗണ്ട് കുറവൊക്കെ ഉണ്ട്. മക്കൾ തന്നെ പറഞ്ഞ് ക്ഷമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളോ വർണ്ണങ്ങളൊന്നും വാങ്ങാനോ
ഒന്നും അതിൽ വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്താനും വേണ്ടിയുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് പൊറുക്കണം, മാപ്പാക്കണം. എന്നാലും നിങ്ങൾ സൗണ്ട് കുറവാണെങ്കിൽ അതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആത്മോല്ലാസ് എന്ന ചാനലിൽ ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഉണരുക ഉയരുക എന്നുള്ളതാണ് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളെങ്ങനെയെങ്കിലും ഉള്ള സമയം കൊണ്ട് കേട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അനുഭവത്തിലൂടെ നിങ്ങൾക്ക് വെളിച്ചം നേടാനായിക്കൊണ്ട് ജഗദീശ്വരിയായിട്ടിരിക്കുന്ന പ്രകൃതി മാതാവ് നമ്മളെ ലോകത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, രക്ഷിക്കട്ടെ. എല്ലാവർക്കും പ്രണാമം പറഞ്ഞുകൊണ്ട്, നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഇത് കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നവർക്കായിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി.